മോദി സർക്കാരിനെ വീഴ്ത്താൻ ദുബായിലെ ഷാജി നിലമ്പൂർ മുതലാളി ചെയ്തത് നിങ്ങൾ അറിഞ്ഞോ? നമ്മളെന്താ പറഞ്ഞത്? വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു അല്ലേ? വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറഞ്ഞു തുടങ്ങിയ സമരം മോദി സർക്കാരിനെ വീഴ്ത്താനുള്ള സമരമായിരുന്നു. ഇതിനുവേണ്ടി ഫണ്ട് ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതിൻ്റെ ഉദാഹരണം കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ മലപ്പുറത്തുള്ള നിലമ്പൂരുകാരനായ മുഹമ്മദ് ഷാജി 2010 മുതൽ ദുബായിൽ ഒരു ലോജിസ്റ്റിക് കമ്പനി നടത്തുന്നുണ്ട്. അബ്രിക്കോ എന്നാണ് ഈ കമ്പനിയുടെ പേര്. അബ്രിക്കോ ലോജിസ്റ്റിക്സ്. ഈ ലോജിസ്റ്റിക്സ് കമ്പനി നടത്തുന്ന ഈ ഷാജി മുതലാളി, കമ്പനിയുടെ സ്ഥാപകൻ, CEO, മുതലാളി എല്ലാം പുള്ളിയാണ്. പുള്ളി സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൻ്റെ സ്ഥാപനത്തിൽ നിന്ന്, ദുബായിൽ നിന്ന് 23 പേരെയാണ് ദില്ലിക്ക് അയച്ചത്. 23 നല്ല ഘടാഘടിയന്മാരായിട്ടുള്ള ആളുകൾ. അവരെ അയച്ചു, പോയി സമരം ചെയ്യടാ, നിന്റെ താമസം, നിന്റെ വിമാന ടിക്കറ്റ്, നിന്റെ ഭക്ഷണം എല്ലാം ഷാജി നിലമ്പൂർ എന്നുള്ള മുഹമ്മദ് ഷാജി വഹിക്കും. മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇങ്ങനെ 23 പേരെ ദുബായിൽ ബിസിനസ് നടത്തുന്ന മലയാളി ദില്ലിക്ക് അയച്ചു എന്ന് ഇന്ത്യ ലൈവ് അല്ല പറയുന്നു, മലയാളത്തിലെ ഏറ്റവും പഴയ പത്രങ്ങളിലൊന്നായ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഇംഗ്ലീഷ്, മലയാളം ഓൺലൈൻ വാർത്തകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. ഇവന്മാർ അവിടുന്ന് ഷാജി മുതലാളി, ഷാജി നിലമ്പൂർ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, വിമാനത്തിൽ വന്നിറങ്ങി. പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ? അന്ന് സമരം തീർന്നുപോയി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇല്ലെങ്കിൽ ഇവരവിടെ നിന്ന് സമരം ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും വിദ്യാർത്ഥികൾ. ഈ തടിമാടന്മാരൊക്കെ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞ് അവിടെ സമരം ചെയ്യും, മോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കും. ഇനി ഷാജി മുതലാളി ഈ സമരത്തിനിടയ്ക്ക് അവിടെ കുറച്ച് അക്രമം വല്ലതും നടത്താൻ വേണ്ടി യുവമാരെ അയച്ചതാണോ എന്നുകൂടി ആരെങ്കിലും സംശയം തെറ്റ് പറയാൻ പറ്റില്ല. ദുബായിൽ വ്യവസായം നടത്തുന്ന അബ്രിക്കോ ഫ്രൈറ്റ് കമ്പനി, ലോജിസ്റ്റിക് കമ്പനി, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ബിസിനസ് നടത്തുന്ന അബ്രിക്കോ മുതലാളിക്ക് എന്താണ് ദില്ലിയിലെ സമരത്തിൽ കാര്യം? വിദ്യാർത്ഥികളുടെ സമരമല്ലേ? പാറ്റകളുടെ സമരമല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ വ്യക്തമാണ്, മതമാണ് പ്രശ്നം. മോദിയെ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനൊരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കേണ്ടത്, സമരത്തെ വിജയിപ്പിക്കേണ്ടത് ദീനിയായ ഷാജി മുതലാളിയുടെ ബാധ്യതയാണ്, ഷാജി നിലമ്പൂരിൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി അദ്ദേഹം 23 പേരെ ലീവ് കൊടുത്ത്, ശമ്പളത്തോടു കൂടിയുള്ള അവധി കൊടുത്ത്, വിമാന ടിക്കറ്റ് കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, താമസ സൗകര്യം റെഡിയാക്കി ദില്ലിക്ക് അയച്ചു. നോക്കണേ. അപ്പോൾ നിങ്ങൾ എന്താ പ്രിയപ്പെട്ടവരെ കരുതിയത്? നിഷ്കളങ്കമായ ഒരു സമരമാണ്, വിദ്യാർത്ഥികളുടെ സമരമാണ് എന്ന പേരിൽ നടന്ന സമരത്തിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ലേ? ഇതുപോലെ എത്ര ഷാജിമാർ, ദീനികളായ എത്ര പേർ ഈ സമരം വിജയിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, പണമൊഴുക്കിയിട്ടുണ്ട്, ആളെ വിട്ടിട്ടുണ്ട്. ഏതായാലും യുവന്മാരുടെ പടമൊക്കെ ഒന്ന് നോക്കി വെക്കണം. കണ്ടില്ലേ? വന്നവരെല്ലാം കൂടെ എടുത്ത ഫോട്ടോ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഇവരൊക്കെ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ദുബായിൽ ജോലി എടുക്കുന്നവന്മാരാ. നോക്കി വെച്ചാൽ നാളെ എപ്പോഴെങ്കിലും ഒരു പണി വേണമെങ്കിൽ പാസ്പോർട്ടിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം അവിടെ ജോലി എടുക്കാൻ ഇവിടുന്ന് അവിടെ പോയിട്ട് പണിയെടുക്കാതെ ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വരുന്നു. കയ്യിലുള്ള പാസ്പോർട്ട് കയ്യിലുള്ളത് കൊണ്ടല്ലേ. പിന്നെ ഈ ഷാജി നിലമ്പൂർ എന്നുള്ള മുതലാളിയും കേരളത്തിൽ തന്നെയാണ് ഉള്ളത്, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ്. ദുബായ് പൗരത്വമൊന്നും കിട്ടില്ലല്ലോ, ദുബായ് പണിയെടുക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ എത്ര വലിയ ദീനിയായ മുസൽമാനാണ് എന്ന് പറഞ്ഞാലും UAE പൗരത്വമൊന്നും കിട്ടില്ല. നിങ്ങൾ ഇന്ത്യൻ മുസ്ലിം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഷാജി നിലമ്പൂർ 23 പേരെ അയച്ചിരിക്കുന്നു എന്നത് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നു. ഷാജി നിലമ്പൂർ വിശദീകരിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ 23 പേരെ അയച്ചു എന്നത് അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്, നടപടിയെടുക്കേണ്ടതാണ്. സമരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ വന്നതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ താൻ നിഷ്കളങ്കനാണെങ്കിൽ, നിരപരാധിയാണെങ്കിൽ, തനിക്കതിൽ പങ്കില്ലെങ്കിൽ മാതൃഭൂമിക്കെതിരെ ഷാജി നിലമ്പൂർ, മുഹമ്മദ് ഷാജി കേസ് കൊടുക്കണം. തനിക്കതിൽ പങ്കില്ല, എൻ്റെ ജീവനക്കാരൊന്നുമല്ല എന്ന് പറയണം. അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ ദില്ലി കാണാൻ പോയതാണ് എന്ന് പറയണം. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നില്ലേ, വയനാട്ടിൽ നിന്നൊരു അലി അംജത്ത് പോയിരുന്നു. അലി അംജത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഖുറാനിൽ പറയുന്നുണ്ട് അന്ത്യകാലത്ത്, അത് മോദിയുടെ അന്ത്യകാലം, മോദി സർക്കാരിൻ്റെ അന്ത്യകാലത്ത്
ഇത്തരം ജീവികളുടെയൊക്കെ അടയാളം കാണിക്കും. പാറ്റകൾ അങ്ങനത്തെ അടയാളമാണ്, അതുകൊണ്ട് ഖുറാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശുദ്ധ സമരത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് ഒരുത്തർ ഇവിടുന്ന് പോയി. അത് പറഞ്ഞത് മനോരമ ന്യൂസിനോടാണ്. മനോരമ ന്യൂസ് അത് എയർ ചെയ്തു. കുറച്ച് ദിവസം ഇത് ഓടിയപ്പോൾ സംഗതി കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ മനോരമ പിൻവലിച്ചു. മാതൃഭൂമി ചിലപ്പോൾ ഇത് പിൻവലിക്കും. ഷാജി മുഹമ്മദ് ദുബായിൽ നിന്ന് വിളിച്ചിട്ട് മാതൃഭൂമിയോട് പറയും അത് പിൻവലിക്കണം, അല്ലെങ്കിൽ തന്നെ മാതൃഭൂമിയുടെ സ്വരം എന്താണെന്ന് നമുക്കറിയാം, പിൻവലിപ്പിക്കുമായിരിക്കും. പക്ഷേ നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി തൻ്റെ ജീവനക്കാർ, 3000-ഓളം ജീവനക്കാരുണ്ട് ഈ കമ്പനിക്ക്. കൊച്ചിയിൽ നെട്ടൂർ ഇവർക്ക് ഓഫീസ് ഉണ്ടെന്നാണ് പറയുന്നത്. കൊച്ചിയിലെ നെട്ടൂരും ഷാജി മുഹമ്മദിൻ്റെ അബ്രിക്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഓഫീസുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. മാത്രമല്ല പെരിന്തൽമണ്ണയിൽ ഇയാളൊരു പെട്രോൾ പമ്പ് തുടങ്ങിയിരുന്നു, അംബ്രിക്കോ പമ്പ്, പെട്രോൾ പമ്പ്. നാട്ടിലുണ്ട് ബിസിനസ്സൊക്കെ. ഏതായാലും ഷാജി മുഹമ്മദ് വിശദീകരിക്കണം, മാതൃഭൂമി കള്ളം പറഞ്ഞതാണോ അതോ മോദിക്കെതിരെ സമരം ചെയ്യാൻ തൻ്റെ കമ്പനിയിലെ 23 പേരെ അയച്ചോ, മലയാളികളെ അയച്ചോ? ഇത് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം നാളെ ഇത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവുകയാണ്. ഒരു മലയാളി മുസ്ലിം തൻ്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ മോദി സർക്കാരിനെ വീഴ്ത്താൻ ദില്ലിയിലേക്ക് സകല ചെലവും വഹിച്ച് അയച്ചു എന്ന് പറഞ്ഞാൽ മലയാളിയോട് ഇപ്പോൾ തന്നെ നല്ല സ്നേഹമൊന്നുമല്ല ഉത്തരേന്ത്യക്കാരുടെ കയ്യിലിരിപ്പ്. മലയാളിയുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. അത് ഇതുകൂടെ കേൾക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർക്ക് മലയാളികളോട് പൊതുവെ ഉള്ള നീരസം കൂടും. പാവപ്പെട്ട മലയാളികളെ വടക്കേ ഇന്ത്യയെ കൊള്ളിക്കുന്ന പണിയാണ് ഈ ഷാജി പാപ്പാൻ ചെയ്തത്. ഏതായാലും നമുക്ക് ആളുകളുടെ മനസ്സിലിരിപ്പോൾ മനസ്സിലായോ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഏതായാലും മാതൃഭൂമി ചെയ്തത് ഒരു നല്ല കാര്യമാണ് കേട്ടോ. മനോരമ നേരത്തെ അറിയാതെ ചെയ്തത്. കാരണം ഈ സമരത്തിന് പിന്തുണയ്ക്കുന്ന ആളുകളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായി ഈ 2 വാർത്തകളിലും. മനോരമയ്ക്ക് ഒരു അബദ്ധം പറ്റുമ്പോൾ മാതൃഭൂമിക്ക് പറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് വിക്ടറി അടയാളമൊക്കെ കാണിക്കുന്ന ഫോട്ടോ മാതൃഭൂമി ഓൺലൈനിൽ കൊടുത്തു. ഒരു പ്രിൻ്റിൽ അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കണം. ഏതായാലും രാജ്യത്തെ സർക്കാരിനെ, മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ, BJPയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരവസരം കിട്ടിയാൽ കലാപം നടത്താൻ വിദേശത്തിരിക്കുന്ന മുസ്ലിമും തയ്യാറാവും. തൻ്റെ കമ്പനിയിലെ ജീവനക്കാരെ നാട്ടിലേക്ക് അയച്ച് വേണമെങ്കിൽ നീ പോയി ഒരു കല്ലെടുത്തെറിഞ്ഞോ, വേണ്ടി വന്നാൽ നീ കുറച്ച് അക്രമം നടത്തിക്കോ, എന്നിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ചു പോന്നോ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 23 പേരുടെ ചിത്രം കൂടെ കൊടുത്തതാണ് ഭംഗിയായത്. ഏതായാലും ഈ 23 പേരുടെ കാര്യം ചിലപ്പോൾ കുഴപ്പത്തിലാവും. ഷാജി നിലമ്പൂരിന് നാട്ടിലുണ്ടാവുമല്ലോ ബിസിനസ്സൊക്കെ, ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടാവുമല്ലോ. ഇന്ത്യൻ എംബസിയുടെ ആവശ്യങ്ങൾ ഭാവിയിൽ വന്നുകൂടാഴികയില്ലല്ലോ. അപ്പോൾ ഷാജി നിലമ്പൂർ കളിച്ച കളി ഇത്തിരി മോശപ്പെട്ട കളിയാണ്, പറയാതെ തരമില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഷാജി നിലമ്പൂർ ഇങ്ങനെ ചെയ്യുമെന്ന്. മാതൃഭൂമി ഒരു തെറ്റായ വാർത്ത കൊടുത്തതാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. കാരണം മാതൃഭൂമി എൻ്റെ കമ്പനിയിലെ ജീവനക്കാർ ദില്ലിയിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒരു ടൂറിന് വന്നു. അവർ വെറുതെ വന്നപ്പോൾ സമരമൊക്കെ നടക്കുന്നു എന്നറിഞ്ഞ് അവിടെ നിന്ന് കാണാൻ പോയതാണ്. അവിടെ വെച്ച് അവർ ചെന്നപ്പോൾ സമരം എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു, മലയാളികളെല്ലാം ഒത്തുചേർന്ന് സമരം തീർന്നല്ലോ, രാജ്യത്ത് സമാധാനം വന്നല്ലോ, ജനങ്ങൾക്ക് ആശ്വാസമായല്ലോ, വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടിയല്ലോ, ഇനി നീറ്റ് പരീക്ഷ നന്നായിട്ട് നടക്കുമല്ലോ എന്നെല്ലാം കരുതി ഒരു ഫോട്ടോ എടുത്തു. അത്രയേ ഉള്ളൂ. അതിനെ മാതൃഭൂമി എന്ന് പറയുന്ന ഈ പത്രം വളച്ചൊടിച്ച് ദുഷ്ടബുദ്ധിയോടെ ഇങ്ങനൊരു വാർത്ത കൊടുത്തത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് ഷാജി നിലമ്പൂർ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് അദ്ദേഹം പറയുമെന്ന് പ്രതീക്ഷിച്ചു. പറഞ്ഞില്ല എങ്കിൽ സംഭവം ശരിയാണെന്ന് കരുതേണ്ടി വരും. കാരണം മോദി സർക്കാരിനെ വീഴ്ത്താൻ ഒരവസരം കിട്ടും എന്ന് തോന്നിയപ്പോൾ ദീനിയായ ഇസ്ലാമായ മുഹമ്മദ് ഷാജി നിലമ്പൂർ തൻ്റെ 23 ഗുണ്ടകളെ അങ്ങോട്ട് അയച്ചു കൊടുത്തു പിള്ളേർക്ക് പിന്തുണ കൊടുക്കാൻ. അപ്പം എന്നിട്ട് ഇനിയും പറയുമോ കുട്ടികളാണ് സമരം ചെയ്തതെന്ന്? നാടിൻ്റെ നാനാഭാഗത്തു നിന്ന്, കോഴിക്കോട് നിന്ന്, മലപ്പുറത്തൊക്കെ ട്രെയിൻ കയറി പോയിട്ടുണ്ട്. മോദിയെ വീഴ്ത്താനുള്ള അവസരമാണ്. എൻ്റെ ഒരു സുഹൃത്തിനോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മുസ്ലിം എന്നോട് പറഞ്ഞതാണ്. കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരനായ അദ്ദേഹം മോദി BJP അനുഭാവിയാണെന്ന് ഭാവിക്കാറില്ലായിരുന്നു. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മുസ്ലിം സ്നേഹിതൻ പറഞ്ഞതാണ്, ഇതാണൊരു ചാൻസ്, ഇലക്ഷനിൽ കൂടെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല, ഈ ചാൻസിന് ആഞ്ഞ് പിടിച്ചാൽ മോദിനെ വീഴ്ത്താൻ പറ്റും.
അതുകൊണ്ട് നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞ ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട് ഇയാൾ. 2-3 പേരെ ദില്ലിക്ക് വിട്ടു പുള്ളി സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത്. അങ്ങനെ എത്ര പേർ. ഇപ്പോൾ ദില്ലിയിൽ വലിയ കുഴപ്പമുണ്ടാക്കി. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദിയെ വീഴിക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ കാര്യമായി ആസൂത്രണം ചെയ്ത ഒരു സമരമാണ് പറ്റാ സമരം എന്ന് വ്യക്തമാവുകയാണ്. അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം കൊണ്ടുവന്നതുപോലെ ഷാജി നിലമ്പൂർ വന്നിരിക്കുന്നു. മാതൃഭൂമി പത്രം ചെയ്തിരിക്കുന്നു. മനോജ് കെ ദാസ് പത്രാധിപരായിട്ടുള്ള മാതൃഭൂമി സത്യം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു? മാതൃഭൂമി പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഷാജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്ന് കരുതുന്നു. മുഹമ്മദ് ഷാജി നിലമ്പൂർ, നിങ്ങൾ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കാനുള്ള തീരുമാനമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഒരു സംശയമില്ല. നിങ്ങൾ ജീവിക്കുന്ന UAE എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായും ഈ രാജ്യവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള രാജ്യമാണ്. ഇത്രയൊക്കെ ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. ഏതായാലും ഷാജിയേട്ടൻ പാവമാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. നിങ്ങളും അങ്ങനെ കരുതുന്നുണ്ടോ? നമുക്ക് കാത്തിരിക്കാം. ഷാജി നിലമ്പൂരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്ന് കരുതുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം മനസ്സറിഞ്ഞിട്ടില്ല, മാതൃഭൂമി പത്രം കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്നൊക്കെ പറഞ്ഞാൽ മാതൃഭൂമി പത്രത്തിനെതിരെ ഉറപ്പായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യും. മലയാളി കഷ്ടപ്പെട്ട് 3000-ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സൽസ്വഭാവിയായ ഒരു മലയാളി പ്രവാസി വ്യവസായിയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ രാജ്യവിരുദ്ധത കാണിക്കുന്ന ആളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ യുദ്ധം നടത്താൻ 23 വരെ വിട്ടയക്കുന്ന ആളാണ് എന്നൊക്കെ വാർത്ത കൊടുക്കുന്നത് മര്യാദകേടല്ലേ? അത് തുറന്നു കാണിക്കണം. അതിനു വേണ്ടിയിട്ട് ഷാജി നിലമ്പൂരിൻ്റെ മുഹമ്മദ് ഷാജിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന വാർത്തകൾ ഉറപ്പായിട്ടും ഇന്ത്യ ലൈവ് പറയും. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം.